നമ്മുടെ കർത്താവിൻ്റെ അതിശയകരമായൊരു വചനമാണ്, ധനവാൻ ധനത്തിലും ബലവാൻ ബലത്തിലും ജ്ഞാനി ജ്ഞാനത്തിലും പ്രശംസിക്കേണ്ട, അല്ലെങ്കിൽ അഹങ്കരിക്കേണ്ടെന്ന്. കാരണം ഈ അഹങ്കരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? ധനവാൻ തൻ്റെ ധനം കൊണ്ട് ദയ കാണിക്കാറുണ്ട്, ബലവാൻ തൻ്റെ ബലം കൊണ്ട് നീതി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്താൽ ന്യായപാലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവ് വെറുതെയാണ്. യഹോവയായ ഞാൻ ഭൂമിയിൽ നീതിയും ന്യായവും ദയയും നടത്തുന്നുവെന്ന് എന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ ബലവോ നിങ്ങളുടെ ധനവോ ഒന്നും ഈ മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ പറ്റുകയില്ല. ന്യായം പാലിച്ചു കൊടുക്കാനും പറ്റുകയില്ല, നീതി കൊടുക്കാനും പറ്റുകയില്ല. എല്ലാ രാജ്യങ്ങളും വിചാരിച്ചിട്ട് യുദ്ധം നിർത്താൻ പറ്റിയോ? യുദ്ധം ഉണ്ടാക്കുന്നവനും മനുഷ്യരെ കൊല്ലുന്നവനും അനീതിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ദൈവം വിചാരിക്കണം. അവൻ വില്ലടിച്ച് കുന്തം മുറിച്ച് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. കൈ തുറന്ന് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നു. കരയുന്ന കാക്കക്കുഞ്ഞിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആരാണ്?